ആയിരുന്നു. കാരണം ഇന്ത്യൻ 1 കണ്ടുള്ള എല്ലാവരും തന്നെ ഇന്ത്യൻ 2 ഒരു കൺസെപ്റ്റോട് കൂടിയാണ് വരുന്നത്. കാരണം ഓൾറെഡി ആ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് സിനിമയ്ക്ക്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ 1 തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യമായിരിക്കും ഉണ്ടായില്ല. എല്ലാവരും ടി വിയിൽ യൂട്യൂബിലൊക്കെ കണ്ടാണ് പതുക്കെ സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റാറ്റസ് വന്നത്. അപ്പോൾ ഇന്ത്യൻ 2ലേക്ക് വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമയ്ക്ക് എന്ത് റെലവൻസ് ആണുള്ളത് എന്നുള്ളൊരു പുതിയ ജനറേഷനിൽ എന്താണുള്ളതെന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. ഞാനും ആ ഒരു സിനിമ ഇന്ത്യൻ 2 അനൗൺസ് ചെയ്തപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിക്കാണ് സിനിമ കാണാൻ FDFS വന്നതും. പക്ഷേ സിനിമ ആ ഒരു കൺസെപ്റ്റിനോട് നീതി പുലർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് ഈ കറപ്ഷനെതിരെയുള്ള ഒരു ഫൈറ്റ് എന്നുള്ള രീതിക്ക് ഈ സിനിമ വളരെയധികം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് റെലവൻസ് അർഹിക്കുന്നു. സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള സ്കാംസും എല്ലാം സിനിമയിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ 3 വരാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റും അവസാനം ട്രെയിലർ വരുന്നുണ്ട്. കുറച്ചുകൂടി കമൽഹാസൻ്റെ ഒരു യങ്ങർ വെർഷനും കുറച്ചുകൂടി നല്ല രീതിക്കുള്ള ഒരു വിഷ്വൽസും ഒക്കെ ഇന്ത്യൻ 3യിൽ പ്രതീക്ഷിക്കാനുണ്ടെന്നും കാണിക്കുന്നുണ്ട്. പിന്നെ ശങ്കറിൻ്റെ നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ സിനിമയുടെ റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ കൊണ്ട് സിനിമയുടെ എല്ലാ പൂർണ്ണമായിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ സിനിമ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന നന്മയുടെ ആശയം എല്ലാവരും എടുത്തിരുന്നെങ്കിൽ ഒരുപാട് സൊസൈറ്റി മാറിയനെ. പക്ഷേ എന്നാലും യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കുന്ന പച്ചയായ ചില നാട്ടിൽ നടക്കുന്ന അനീതി തുറന്നു കാണിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിക്ക് സിനിമ വളരെയധികം ഒരു എന്താ പറയുക റെക്കഗ്നിഷൻ അപ്രിസിയേഷൻ അറിയിക്കുന്നു. ഇല്ല, സിനിമ എന്തായാലും ഡെഫിനറ്റ്ലി കളക്ഷൻ റെക്കോർഡുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കും. നല്ല രീതിക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കും. കാരണം നല്ല വിഷ്വൽസും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് എൻഗേജിങ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ജനറൽ എന്താണെന്ന്. അപ്പോൾ ആ ഒരു മൈൻഡ്സെറ്റോടെ പോകാൻ പ്രതീക്ഷിച്ചു. വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. നമ്മൾ ഇന്ത്യൻ 1ൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്കും ഇന്ത്യൻ 2 ഒരു കണ്ടിന്യൂഷൻ ഉള്ള രീതിക്ക് കണ്ടാൽ ഒട്ടും നിരാശ വരാൻ സാധ്യതയില്ല. കുഴപ്പമില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു. റൊമാൻറ്റിഫിക്കേഷൻ ഫസ്റ്റത്തെ ഇന്ത്യ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒന്ന് കണ്ട് ആ ഒരു റൊമാൻറ്റിഫിക്കേഷൻ കിട്ടി. അടിപൊളിയായിട്ടുണ്ടാകും. എല്ലാവരും നൈസായിരിക്കും. കണ്ടോക്ക് ചെന്ന് അറിയാൻ പറ്റും. വലിയൊന്നും തോന്നിയില്ല. സൂപ്പർ, കണ്ടിരിക്കാൻ പറ്റും. നല്ല പടം. അതെ, കംബാക്ക് പടം. തേർഡ് പാർട്ട് വരാനുണ്ട്. വെയിറ്റിംഗ്. എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. ഇന്ത്യൻ 3 ലീഡുണ്ട്. ആ ലീഡാണ് അടിപൊളി. അപ്പോൾ ആ ലീഡിൽ ഇനി ഒരു 2025 ഇന്ത്യൻ 3 വരുന്നുണ്ട്. അതിന് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതാണ് വെയിറ്റിംഗ്. ഇന്ത്യൻ 2 നമ്മൾ ട്രെയിലർ കണ്ടിട്ട് വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ ഇത് ഫുൾഫിൽ ചെയ്തു. പക്ഷേ സിനിമ ലാഗിൽ അങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ വലിയൊരു എക്സ്പെക്ടേഷൻ ഇന്ത്യൻ 1നായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 28 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ്. അപ്പോൾ ആ പ്ലോട്ട് ഇവർക്ക് മിസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പടം ഓക്കെയാണ്. ശങ്കറിൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കുറേ സെറ്റ് കാണാം. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് ചേസിങ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കമൽഹാസനായിട്ട് വരുമ്പോൾ കമൽഹാസൻ്റെ ആക്ടിംഗ് ആയിട്ട് നമുക്കൊന്നും കാണാനില്ല. പക്ഷേ ഇന്ത്യൻ ആ ഗെറ്റപ്പിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കായിട്ട് അധികം പെർഫോം ചെയ്യാനുള്ള സ്കോപ്പില്ല. ആണ് ഇന്ത്യൻ 3 വെയിറ്റിംഗ് ആണ്. ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു 2.5 മിനിറ്റ് ഒരു ട്രെയിലർ പോലെ ഒന്ന് ഓടുന്നുണ്ട്. അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇപ്പോൾ 3 അടിപൊളിയായിരിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് മാത്രം ആ 3ൻ്റെ ട്രെയിലർ ഉണ്ട്. ഇന്ത്യൻ 2 ഒരു കമ്പാക്ക് എന്ന് പറയുമ്പോൾ നന്നായിട്ടുണ്ട് പടം. ഇപ്പോഴത്തെ ഇതിലെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ഇന്ത്യൻ 1 കണ്ടതാണ്. ഇന്ത്യൻ 1ൻ്റെ ആ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇന്നലെ കൊള്ളാം. പിന്നെ 3ക്ക് വേണ്ടി തീർച്ചയായിട്ടും വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീൻ ഇപ്പോൾ സിനിമ നിർത്തിയത് പോലെയല്ല. രണ്ടാമത് ആ ട്രെയിലർ കാണിച്ചത്, നമ്മൾ 3യുടെ ട്രെയിലർ കാണിച്ചത്. അപ്പോൾ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്പർ 3 പെട്ടെന്ന് വരും. കൊള്ളാം, നല്ലതായിട്ട്. എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്തത് നമ്മൾ പണ്ടത്തെ രീതിയിൽ പടം എടുത്തേക്കണ വരെ തോന്നിയായിരുന്നു. പണ്ടത്തെ ആ ഒരു ക്ലീഷേ മോഡലിൽ അങ്ങനെ ഒരു ഫീൽ ചെയ്തായിരുന്നു ഈ പടം. അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും പണ്ട് നമ്മൾ ആ ഇന്ത്യൻ കണ്ടപ്പോഴുള്ളൊരു ഇമ്പാക്റ്റിൽ നമുക്ക് എന്തെങ്കിലും ആ ഒരു ഇത് ഇപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പടം കൊള്ളാം, നല്ല നന്നായിട്ട്. എന്തോ കമൽഹാസൻ സാറിൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി എപ്പോഴും ഉള്ളതല്ലേ. പുള്ളിനെ കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല. പുള്ളി ഒരു എന്താ പറയുക, നല്ല നന്നായിട്ടുണ്ട് പടം. അത് കയറും. കൊള്ളാം, നന്നായിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എപ്പോഴും ഉണ്ടാകും ഇതിന്. ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് അത്ര രീതിയിൽ ക്ലാസിക്കൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഓവറോൾ പടം നല്ല രീതിയിൽ തന്നെയായിരുന്നു. തേർഡ് പാർട്ടിൻ്റെ ട്രെയിലറും നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ആക്ച്വലി.
എനിക്ക് മ്യൂസിക് അത്ര എനിക്ക് വർക്കായില്ല. അത് ആ ഫസ്റ്റിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ അത്രയും നന്നായിട്ട് ഫീൽ ചെയ്തില്ല. അത് നന്നായിട്ട് തന്നെ തോന്നി. കാരണം അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചതെന്ന് തോന്നി. ആണെന്ന് തോന്നിയില്ല ആക്ച്വലി. ആ അതെ അതെ, നല്ല ട്രെയിലറായിരുന്നു. പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ഇത് കറപ്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ് രാഷ്ട്രീയപരമായിട്ടൊന്നും തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും പറഞ്ഞ് കണ്ടേയില്ല. അത് കണക്റ്റ് ആകും ആക്ച്വലി. അത് നമ്മൾ കോമൺ മാനിലേക്കാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. സോ കോമൺ മാൻ്റെ പ്രശ്നം കൂടി അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാ രീതിയിലുള്ള ശങ്കർ മൂവി പോലെ തന്നെ. സിനിമ വെച്ചിട്ട് അങ്ങനെ സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സിനിമ കണ്ടിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നില്ല. താങ്ക്സ്.